നമസ്കാരം. ദേവസൈന്യയിലേക്കും ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 52ലേക്കും ഏവർക്കും സ്വാഗതം. ദേവേന്ദ്രൻ തൻ്റെ ചെയ്ത തെറ്റ് മനസ്സിലാക്കി ഭഗവാനോട് ക്ഷമാപണം നടത്തുന്ന ഭാഗമാണ് കഴിഞ്ഞ പംക്തിയിൽ ഉള്ളത്. അതിൻ്റെ തുടർച്ച. ദേവേന്ദ്രൻ ശ്രീ ഭഗവാന്റെ ഭക്തനും ആജ്ഞാകാരനുമാണ്. പക്ഷേ അധികാരഭ്രമം കൊണ്ട് ദുർവിനീതനായെന്നു മാത്രം. ആ മതം തീർത്ത് ഇന്ദ്രനെ അനുഗ്രഹിക്കാനായിരുന്നു ഭഗവാൻ യാഗം മുടക്കിയത്. ഇപ്പോൾ അത് തീർന്ന് വിവേകമുണ്ടായതു കണ്ട് ഭഗവാൻ സന്തോഷിച്ച് പുഞ്ചിരിച്ചുകൊണ്ട് അരുളി ചെയ്തു: ദേവേന്ദ്ര, ഇന്ദ്രശ്രീ കൊണ്ട് ഏറ്റവും മത്തനായ നീ എന്നെ മറന്നു. ആ മറവിയെ നീക്കി എന്നിൽ സ്മൃതി ഉണ്ടാക്കുവാനായിട്ടാണ് ഞാൻ യാഗവിഘ്നം ചെയ്തത്. ഐശ്വര്യശ്രീ കൊണ്ട് അന്ധനായവൻ അവനെ ശാസിച്ചടക്കാൻ ദണ്ഡപാണിയായ ഞാനുണ്ടെന്നുള്ള കാര്യം മറന്ന് സ്വേച്ഛാചാരിയായി തീരുന്നു. അവനെ അനുഗ്രഹിക്കണമെന്നെനിക്ക് തോന്നുമ്പോൾ അവനെ മത്തനാക്കിയ ഐശ്വര്യത്തെ ഞാൻ അപഹരിക്കുന്നു. അപ്പോൾ അവൻ മതാന്ധത നീക്കി എൻ്റെ ഭജനത്തിലേക്ക് വരും. നീ ഇനി പോയാലും എൻ്റെ ശാസനയെ അനുസരിച്ചിരിക്കുക, എന്നാൽ ക്ഷേമം ഭവിക്കും. ഇനി ഒരിക്കലും അഹങ്കാരം ബാധിക്കാതെ ഞാൻ തന്നിട്ടുള്ള അധികാരങ്ങളെ സൂക്ഷിച്ച് അനുഷ്ഠിക്കുക. അനന്തരം മനസ്വിനിയായ കാമധേനു തൻ്റെ സന്താനങ്ങളോടുകൂടി ഗോപവേഷം ധരിച്ച സർവേശ്വരനെ വണങ്ങി സ്തുതിച്ചു. കൃഷ്ണകൃഷ്ണ മഹായോഗിൻ, വിശ്വാത്മൻ, വിശ്വസംഭവ, ലോകനാഥനായ നിന്തിരുവടി ഞങ്ങളെ സനാഥരാക്കിയല്ലോ. നിന്തിരുവടി ഞങ്ങളുടെ പരദേവതയാകുന്നു. അവിടുന്ന് തന്നെ സാധുക്കളുടെയും ഗോക്കളുടെയും ബ്രാഹ്മണരുടെയും ദേവന്മാരുടെയും ഇന്ദ്രനായി ഭവിക്കണം. എന്തെന്നാൽ അവിടുന്ന് ഭൂഭാരം തീർക്കാൻ അവതരിച്ച ദേവദേവനാകുന്നു. ബ്രഹ്മാവിൻ്റെ കൽപ്പനപ്രകാരം ഞങ്ങൾ നിന്തിരുവടിയെ ഇന്ദ്രനായി അഭിഷേകം ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഇപ്രകാരം സ്തുതിച്ചിട്ട് കാമധേനു തൻ്റെ ക്ഷീരം കൊണ്ട് ശ്രീകൃഷ്ണനെ അഭിഷേകം ചെയ്തു. തുടർന്ന് ദേവമാതാക്കൾ പ്രേരിപ്പിച്ചതനുസരിച്ച് ഇന്ദ്രൻ ദേവന്മാരോടും ഋഷികളോടും ചേർന്ന് ആകാശഗംഗയാലും അഭിഷേകം ചെയ്തു. ഗോക്കളെയും ഗോകുലത്തെയും സർവഥാ പാലിക്കുന്നവൻ എന്നർത്ഥമുള്ള ഗോവിന്ദൻ എന്ന തിരുനാമം വിളിച്ച് എല്ലാവരും ചേർന്ന് കീർത്തിച്ചു. ആ സമയത്ത് അവിടെ എത്തിയ തുമ്പുരു നാരദാദികളും ഗന്ധർവ വിദ്യാധര സിദ്ധ ചാരണന്മാരും ശ്രീകൃഷ്ണന്റെ സർവലോക പാപഹരമായ യശസ്സിനെ കീർത്തിച്ച് ഗാനം ചെയ്തു. ദേവസ്ത്രീകൾ കുതൂഹലത്തോടുകൂടി നൃത്തം ചെയ്തു. ദേവമുഖ്യന്മാർ സ്തുതിച്ച് അത്ഭുതകരമായ പുഷ്പവൃഷ്ടി ചെയ്തു. 3 ലോകത്തിലുമുള്ള ജനങ്ങളെല്ലാം പരമ നിർവൃതരായി. പശുക്കൾ ഭൂമിയെ പയസ്സുകളാൽ ആർദ്രമാക്കി. നദികൾ നാനാരസങ്ങളെ ഒഴുക്കി. വൃക്ഷങ്ങൾ മധുവിനെ സ്രവിച്ചു. ഓഷധികൾ കൃഷിപ്രവൃത്തികൾ കൂടാതെ തന്നെ മുളച്ചു സമൃദ്ധിയായി ഫലത്തെ നൽകി. പർവ്വതങ്ങൾ തങ്ങളുടെ അന്തർഭാഗത്തുള്ള രത്നങ്ങളെ പുറമേ പ്രകാശിപ്പിച്ചു. ഗോക്കളുടെയും ഗോകുലത്തിൻ്റെയും നാഥനായ ശ്രീകൃഷ്ണനെ ഗോവിന്ദനായി അഭിഷേകം ചെയ്തപ്പോൾ സമസ്ത ചരാചരങ്ങളും പ്രസാദിച്ചു. ജാത്യ ക്രൂരസ്വഭാവികളായ ജന്തുക്കൾ പോലും വൈരഭാവം വെടിഞ്ഞ് അന്യോന്യം സ്നേഹിച്ചു. അഭിഷേകാനന്തരം ഇന്ദ്രൻ ദേവന്മാരോടുകൂടി ഭഗവാനോട് യാത്രയുണർത്തിച്ച് അനുവാദം വാങ്ങി സ്വസ്ഥാനം പ്രാപിച്ചു. നന്ദി, നമസ്കാരം.